ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് RRB പാരാമെഡിക്കൽ റിക്രൂട്ട്മെന്റ് 2019 പറ്റിയാണ്. RRB വിളിച്ചിട്ടുണ്ട്. പാരാമെഡിക്കൽ റിക്രൂട്ട്മെന്റ് 1937 വേക്കൻസീസ് ആണുള്ളത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാം. ഇതാണ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ 2 ആണ്. 2019 രണ്ടാമത്തെ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ പാരാമെഡിക്കൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനു മുമ്പ് ആദ്യം ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആൻഡ് ടൈം പറയാം. ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ എംപ്ലോയ്മെന്റ് ന്യൂസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. 23-ാം തീയതിയാണ്. ഫെബ്രുവരി 23-ാം തീയതിയാണ് അത് എംപ്ലോയ്മെന്റ് ന്യൂസിൽ വന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ RRBയിൽ വന്നത് 4-ാം തീയതിയാണ്, മാർച്ച് 4-ാം തീയതിയാണ്. ഓപ്പണിംഗ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ആപ്ലിക്കേഷൻ ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. മാർച്ച് 4-നാണ് സ്റ്റാർട്ട് ചെയ്തത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 2-ാം തീയതിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് തീരുന്നത്. ഓക്കെ, ഈ പേയ്മെന്റ് ഓഫ്ലൈൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 4-ാം തീയതിയും ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിൽ 5-ാം തീയതിയുമാണ്. ഇനി എല്ലാം കഴിഞ്ഞ് അവസാനത്തെ ഫൈനൽ സബ്മിറ്റ് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 7-ാം തീയതിയാണ്, ഏപ്രിൽ 7-ാം തീയതിയാണ്. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ടെൻറ്റേറ്റീവ്ലി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് വീക്ക് ഓഫ് ജൂൺ 2019 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേഗം ശ്രദ്ധിച്ചു വെക്കുക. ഇനി ഡീറ്റെയിൽസ് ഓഫ് ദ വേക്കൻസീസ് അറ്റ് എ ഗ്ലാൻസ് ഇതാണ് ഞാൻ പറഞ്ഞത്. 16 ടൈപ്പ് വേക്കൻസീസ് ആണ് വരുന്നത്. ഏതൊക്കെയാണ്? ഡയറ്റീഷ്യൻ, സ്റ്റാഫ് നഴ്സ്, ഡെന്റൽ ഹൈജീനിസ്റ്റ്, ഡയാലിസിസ് ടെക്നീഷ്യൻ, എക്സ്റ്റൻഷൻ എഡ്യൂക്കേറ്റർ, ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ, ലാബ് സൂപ്രണ്ട്, ഒപ്റ്റോമെട്രിസ്റ്റ്, പെർഫ്യൂഷനിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, ഫാർമസിസ്റ്റ് ഗ്രേഡ് 2, റേഡിയോഗ്രാഫർ, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ECG ടെക്നീഷ്യൻ, ലേഡി ഹെൽത്ത് വിസിറ്റർ, ലാബ് അറ്റൻഡ് ഗ്രേഡ് 2. അപ്പോൾ ഇത്രയും വേക്കൻസീസ് ആണുള്ളത്. ടോട്ടൽ നോക്കൂ 1937 ആണുള്ളത്. 1937 വേക്കൻസീസ് ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഡേറ്റ് പറഞ്ഞു. ഇനി ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് എല്ലാം പ്രത്യേകം അനക്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സാധാരണ റെയിൽവേക്ക് വിളിക്കുന്ന ആ ഒരു ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഇതിൻ്റെ 39-ാമത്തെ പേജൊക്കെ വരുമ്പോഴാണ് വരുന്നത്. ഇപ്പോൾ ഡയറ്റീഷ്യൻ പോസ്റ്റ് ആണെങ്കിൽ ഇവിടെ നോക്കൂ, പേ എന്ന് പറയുന്നത് 44,900 ആണ്. അതിൻ്റെ ലോവർ ഏജ് 18 ഇയേഴ്സ് ആണ്, അപ്പർ ഏജ് 33 ഇയേഴ്സ് ആണ്. ഇനി മെഡിക്കൽ സ്റ്റാൻഡേർഡ് C2 എന്ന് പറഞ്ഞ അനക്സിൽ നോക്കാം എന്തൊക്കെയാണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ വെബ്സൈറ്റിൽ, നിങ്ങൾക്കത് നോക്കാം. അല്ലെങ്കിൽ RRBയുടെ സൈറ്റിൽ നിന്നും ലഭിക്കും. അതിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡൊക്കെ പറഞ്ഞിട്ടുള്ള അനക്സ് ഉണ്ട്, അനക്സിൽ ചെക്ക് ചെയ്യാം. ഇനി ഇതിന് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ ദ ഡയറ്റീഷ്യൻ എന്താണെന്ന് നോക്കൂ. BSc സയൻസ് വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഡയറ്ററ്റിക്സ് ആണ് വേണ്ടത്. 1 ഇയറിൻ്റെ കോഴ്സ് പ്ലസ് 3 months ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ഇൻ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ BSc ഹോം സയൻസ് പ്ലസ് MSc ഹോം സയൻസ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അടുത്തത് സ്റ്റാഫ് നഴ്സ് ആണ്. അതിൻ്റെ പേയും സെയിം തന്നെയാണ്, 44,900 ആണ്. അതിനകത്ത് നോക്കാം, അപ്പർ ഏജ് 40 ഇയേഴ്സ് ആണ്. 40 വയസ്സ് വരെയുള്ളവർക്ക് അത് അപ്ലൈ ചെയ്യാം. 20 വയസ്സാണ് മിനിമം ഏജ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത് ഇവിടെ കാണാവുന്നതാണ്. രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അല്ലെങ്കിൽ മിഡ് വൈഫ് അത് പാസ്സായിരിക്കണം. 3 years കോഴ്സ് ഇൻ ജനറൽ നഴ്സിംഗും മിഡ് വൈഫറി ഫ്രം എ സ്കൂൾ ഓഫ് നഴ്സിംഗ് അല്ലെങ്കിൽ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വേണം. അല്ലെങ്കിൽ BSc നഴ്സിംഗ് വേണം. അപ്പം ഇനി അത് പറഞ്ഞിട്ടുണ്ട്. അടുത്തതാണ് ഡെന്റൽ ഹൈജീനിസ്റ്റ് എന്ന് പറയുന്നത്. ഡെന്റൽ ഹൈജീനിസ്റ്റിന് വരുന്നത് ഡിഗ്രി ഇൻ സയൻസ്, പ്രത്യേകിച്ചും ബയോളജിയാണ് വേണ്ടത്. പിന്നെ അതും എന്തും വേണം, ഡിപ്ലോമ ഓർ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡെന്റൽ ഹൈജീൻ ഫ്രം ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡെന്റൽ ഹൈജീനിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ രജിസ്റ്റർ ആയിരിക്കണം, അതും വേണം. 2 years എക്സ്പീരിയൻസ് ആസ് ഡെന്റൽ ഹൈജീനിസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ വേണം ഡെന്റൽ ഹൈജീനിസ്റ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. അടുത്തതാണ് ഡയാലിസിസ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ഡയാലിസിസ് ടെക്നീഷ്യൻ ആണെങ്കിൽ 35,400 രൂപയാണ് അതിൻ്റെ സാലറി എന്ന് പറയുന്നത്. BSc പ്ലസ് ഡിപ്ലോമ ഇൻ ഹീമോ ഡയാലിസിസ്, അല്ലെങ്കിൽ 2 years സാറ്റിസ്ഫാക്ടറി ഇൻ ഹൗസ് ട്രെയിനിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ അടുത്ത പോസ്റ്റിലേക്ക് പോകാം.
എക്സ്റ്റൻഷൻ എഡ്യൂക്കേറ്റർ ഗ്രാജുവേഷൻ ഇൻ സോഷ്യോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ആയിരിക്കണം. അതിൽ 2 വർഷം ഡിപ്ലോമ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഗ്രേഡ്, ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ ഗ്രേഡ് 3, അതിൽ BSc ഹാവിംഗ് സ്റ്റഡീഡ് കെമിസ്ട്രി ആസ് മെയിൻ ഓപ്ഷണൽ സബ്ജക്റ്റ്, അല്ലെങ്കിൽ 1 ഇയർ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ ഉണ്ടായിരിക്കണം. അടുത്തത് ലാബ് സൂപ്രണ്ട് ഗ്രേഡ് 3 ആണ്. അതിൻ്റെ സാലറിയും ഈ സെയിം തന്നെയാണ്, 35,400 ആണ്. അത് തന്നെയാണ് എക്സ്റ്റൻഷൻ ഓഫീസ് എഡ്യൂക്കേറ്ററിനും ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടറിനും ഒക്കെ വരുന്നത്. ഇനി ഇതിൽ ലാബ് സൂപ്രണ്ടിനാണെങ്കിൽ BSc വിത്ത് ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ മൈക്രോബയോളജി, ലൈഫ് സയൻസ്, BSc വിത്ത് കെമിസ്ട്രി ആൻഡ് ബയോളജി ആസ് ദ മെയിൻ അല്ലെങ്കിൽ ഓപ്ഷണൽ അങ്ങനെ വരണം. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇക്വലന്റ് പ്ലസ് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി DMLT പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ഇക്വലന്റ്, അല്ലെങ്കിൽ BSc ഇൻ മെഡിക്കൽ ടെക്നോളജി അല്ലെങ്കിൽ ലബോറട്ടറി വേണം. ഇനി ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സാലറി 25,500 ആണ്. അത് BSc ഇൻ ഒപ്റ്റോമെട്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഒഫ്താൽമിക് ടെക്നീഷ്യൻ ആണ് വേണ്ടത്. ലൈസൻസിങ് ബോഡിയുമായിട്ട് അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അടുത്തത് പെർഫ്യൂഷനിസ്റ്റ് എന്ന് പറയുന്നത് പെർഫ്യൂഷൻ ടെക്നോളജിയിൽ ഡിപ്ലോമ ഇൻ BSc വിത്ത് ഡിപ്ലോമ ഇൻ പെർഫ്യൂഷൻ ടെക്നോളജി വേണം. ഏതെങ്കിലും BSc വേണം, എന്നിട്ട് പെർഫ്യൂഷൻ ടെക്നോളജിയിൽ ഡിപ്ലോമയും വേണം. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം. അതുപോലെ 2 ഇയേഴ്സ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇൻ ഫിസിയോതെറാപ്പി വേണ്ടതാണ്. പിന്നെ ഫാർമസിസ്റ്റ് ഗ്രേഡ് 3 ആണ് പറയുന്നത്. ഇവിടെ പെർഫ്യൂഷനിസ്റ്റിനായാലും ഫിസിയോതെറാപ്പിസ്റ്റിനായാലും സെയിം സാലറിയാണ്, 35,400 ആണ്. ഫാർമസിസ്റ്റ് ഗ്രേഡ് 3 ആകുമ്പോൾ 29,200 ആകും. അതിന് ഫാർമസിസ്റ്റ് ഗ്രേഡിന് 10+2 സയൻസ് വേണം, അല്ലെങ്കിൽ ഈക്വലന്റ് വേണം. ഡിപ്ലോമ ഇൻ ഫാർമസി വേണം. പിന്നെ അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ ഫാർമസി B.Pharm വേണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് റേഡിയോഗ്രാഫറാണ്. അതിനും സെയിം സാലറിയാണ്, 29,200 ആണ്. അതിൽ +2 വിത്ത് ഫിസിക്സും കെമിസ്ട്രിയും പിന്നെ വേണം ഡിപ്ലോമ ഇൻ റേഡിയോഗ്രാഫി അല്ലെങ്കിൽ എക്സ്റേ ടെക്നീഷ്യൻ, റേഡിയോ ഡയഗ്നോസിസ് ടെക്നോളജി, അതൊക്കെയാണ് വേണ്ടത്. അടുത്തത് സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ്. സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെയും സെയിം സാലറിയാണ്, 29,200 ആണ്. BSc ആൻഡ് ഡിപ്ലോമ ഇൻ ഓഡിയോ ആൻഡ് സ്പീച്ച് തെറാപ്പി, 2 വർഷം എക്സ്പീരിയൻസ് വേണം. ECG ടെക്നീഷ്യനായിട്ട് 10+2 പിന്നെ ഗ്രാജുവേഷൻ ഇൻ സയൻസ് ഹാവിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ ECG ലബോറട്ടറി ടെക്നോളജി അല്ലെങ്കിൽ കാർഡിയോളജി ടെക്നീഷ്യൻ, കാർഡിയോളജി ടെക്നിക്സ് ഓഫ് എ റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിലേതെങ്കിലും വേണ്ടതാണ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനിൽ കാണാം. അത് ഞാനിപ്പോൾ ബ്ലോഗിൽ കൊടുക്കാം, അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതാണ് ലേഡി ഹെൽത്ത് വിസിറ്റർ എന്ന് പറയുന്നത് 12th വേണം. അതുപോലെ തന്നെ മൾട്ടിപർപ്പസ് വർക്കേഴ്സ് കോഴ്സ് പാസ്സായിരിക്കണം. ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഉണ്ട്. അതിൽ 10th അതായത് 10+2 പഠിക്കണം, സയൻസ് പഠിക്കണം അതിന് +2ന്. പിന്നെ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അല്ലെങ്കിൽ DMLT പഠിക്കണം, അല്ലെങ്കിൽ മെഡിക്കൽ ലാബിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഉണ്ടായിരിക്കണം. അതിൻ്റെ സാലറി 21,700 ആണ്, 21,700. ഓക്കെ, അപ്പം ഇത്രയാണ് പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് കേട്ടോ, ഓരോ പോസ്റ്റുകളും ക്വാളിഫിക്കേഷൻസും. ഇനി ഓരോ റെയിൽവേ വൈസ് RRB വൈസുള്ള വേക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. RRB അഹമ്മദാബാദ് കൊടുത്തിട്ടുണ്ട്. RRB അഹമ്മദാബാദിൽ നമുക്ക് കാണാവുന്നതാണ്. ടോട്ടൽ 80 വേക്കൻസീസ് ആണുള്ളത്. അൺറിസർവ്ഡ് കാറ്റഗറി അഥവാ ജനറൽ കാറ്റഗറിക്ക് 45, SC 5 എണ്ണം, ST 7, OBC 17, EWS എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് ആണ് ഉദ്ദേശിക്കുന്നത്, അവർക്ക് 6 ആണ് വരുന്നത്. ഇനി RRB അജ്മീർ ആണെങ്കിൽ 89, RRB അലഹബാദ് ആണെങ്കിൽ 176, അത്രയും വേക്കൻസീസ് ആണുള്ളത്. RRB ബാംഗ്ലൂർ ആണെങ്കിൽ 51 വേക്കൻസി, RRB ഭോപ്പാൽ 48, RRB ഭുവനേശ്വർ ആണെങ്കിൽ 35 വേക്കൻസി ആണുള്ളത്. RRB ബിലാസ്പൂർ ആണെങ്കിൽ 40 ആണ്. RRB ചണ്ഡീഗഡ് ആണെങ്കിൽ 15, RRB ചെന്നൈക്കാണെങ്കിൽ 173 ആണ് വരുന്നത്. അപ്പം ഓരോന്നിലും ഇപ്പോൾ ചിലതിലൊക്കെ ചില പോസ്റ്റുകൾ ഇല്ല. അപ്പോൾ നിങ്ങളുടെ പോസ്റ്റുകളും നോക്കി സ്യൂട്ടബിൾ ആയിട്ട് അടുത്തുള്ളതും അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. പിന്നെ
വേറൊരു RRB സെലക്ട് ചെയ്താലും കുറേ കാലത്തിന് ശേഷം ട്രാൻസ്ഫറൊക്കെ പോസിബിൾ ആണ്, പ്രത്യേകിച്ചും ലേഡീസിനൊക്കെ ആണെങ്കിൽ. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെന്നൈ ഒക്കെ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ചെന്നൈയൊക്കെ നമുക്ക് അടുത്താണ്, ചെന്നൈ ബാംഗ്ലൂരൊക്കെ. അപ്പോൾ അത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ വേക്കൻസി ഇവിടെ RRB ട്രിവാൻഡ്രത്ത് ഇല്ലെങ്കിൽ. ഓക്കെ, ഇപ്പം RRB ജമ്മു ആൻഡ് കാശ്മീർ 70, അങ്ങനെ RRB കൊൽക്കത്ത 236 വേക്കൻസീസ് ആണ്. മാൽഡ അങ്ങനെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. RRB മുംബൈ, RRB മുസഫർപൂർ, RRB പാട്ന, RRB റാഞ്ചി, RRB സെക്കന്ദരാബാദ് അവിടെ 112 ഉണ്ട്. സിലിഗുരിയിൽ 1937 വേക്കൻസീസ് ആണുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ. RRB സിലിഗുരിയിലാണ് ഏറ്റവും വേക്കൻസീസ് പറഞ്ഞേക്കുന്നത്. 1900 ഇത് ഗ്രാൻഡ് ടോട്ടലാണ് കേട്ടോ. ഇവിടെ 30 വേക്കൻസീസ് ഉള്ളൂ. എല്ലാം കൂടി ചേർത്തിട്ടാണ് 1937 വേക്കൻസീസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് പാരാമെഡിക്കൽ പഠിച്ചിട്ടുള്ളവർക്ക്. അപ്പോൾ അതിൻ്റെ ഏതൊക്കെയാണ് വേണ്ടതെന്ന് നോക്കുക. ഈ ഒരു സെഷനകത്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് ഞാൻ പറയാം. CBT 1-നകത്താണെങ്കിൽ 90 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ. അതിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ 70 ക്വസ്റ്റ്യൻസ് പ്രൊഫഷണൽ എബിലിറ്റി, അവരെന്താണോ പഠിച്ചത് അതിനനുസരിച്ചായിരിക്കും. ജനറൽ അവയർനെസ്സിന് 10 ക്വസ്റ്റ്യൻ, ജനറൽ അരിത്തമെറ്റിക്കും ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് അതിന് 10 മാർക്ക് 10 ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ ജനറൽ സയൻസ് ഉണ്ട് 10 മാർക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണുള്ളത്. അപ്പം ഇതിന് പ്രിപ്പയർ ചെയ്യുന്നവർ സ്വന്തം സബ്ജക്റ്റ് പഠിക്കണം നല്ലവണ്ണം. അത് 70 മാർക്കിനുണ്ടാകും. കൂടാതെ റീസണിങ് മാത്സ് ചേർത്ത് 10 മാർക്ക്, സയൻസിന് 10 മാർക്ക്, GKക്ക് 10 മാർക്ക്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നോക്കേണ്ടത്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്നവർ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. അവനവൻ്റെ സബ്ജക്റ്റ് നന്നായിട്ട് പഠിക്കുക ആദ്യം, അതിനാണ് വെയിറ്റേജ് കൂടുതലുള്ളത്. ദെൻ റീസണിങ് ആൻഡ് മാത്സിന് അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ സയൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കുറേയൊക്കെ, അപ്പോൾ സയൻസ് ആണ് പിന്നെ പഠിക്കേണ്ടത്. ഏറ്റവും അവസാനം GK കൊടുത്താലും മതി. കാരണം GK എവിടെ നിന്ന് ചോദിക്കും നമുക്ക് പറയാൻ പറ്റില്ല. കറണ്ട് അഫയേഴ്സ് ഒക്കെ നോക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ പ്രിപ്പറേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സജഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. പാരാമെഡിക്കൽ കോഴ്സിൽ ഇപ്പോൾ നഴ്സിംഗിൻ്റെ ഒക്കെ ആണെങ്കിൽ നേരത്തെ ഞാൻ ഇതിൽ ചെയ്തിരുന്നു, ഓരോ ക്ലാസ്സുകൾ ചെയ്തിരുന്നു. അപ്പോൾ ഉണ്ടെങ്കിൽ പറയാം, നമുക്ക് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഫീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതിൽ ഫീസ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും ഫീ കൺസെഷൻ ഇല്ലാത്തവർക്ക് 500 രൂപയാണ് ഫീസ് വരുന്നത്. ആൻഡ് ഈ ഒരു ഫീസിൽ 400 രൂപ ആദ്യത്തെ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കഴിയുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കണം, അതിലേക്ക് റീഫണ്ട് ചെയ്യും. കൂടാതെ SC ST എക്സ് സർവീസ്മാൻ PWBDs ഫീമെയിൽ ട്രാൻസ്ജെൻഡർ മൈനോറിറ്റീസ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് അവർക്കൊക്കെ 250 രൂപയാണ് ഫീസ് വരുന്നത്. 250 രൂപ അത് നമുക്കത് അത്രയും തന്നെ ബാങ്കിലേക്ക് റീഫണ്ട് ചെയ്യുന്നതാണ്. ഓൺലൈനായിട്ട് ഫീ പേ ചെയ്യാം. ഇൻ്റർനെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ ATM കാർഡോ ക്രെഡിറ്റ് കാർഡോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ UPI നമ്പർ യൂസ് ചെയ്യാം. ഓഫ്ലൈൻ ആണെങ്കിൽ SBI ബാങ്ക് ചെല്ലാൻ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് ചെല്ലാൻ ഉപയോഗിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. OBCക്ക് 3 വർഷവും അതുപോലെ SC STക്ക് 5 വർഷവുമാണ് റിലാക്സേഷൻ. അപ്പോൾ ഓരോന്നിൻ്റെയും ഏജ് ഗ്രൂപ്പ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എത്ര വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓരോ പോസ്റ്റിനനുസരിച്ചിട്ടും. അത് നിങ്ങൾ നോക്കുക. എല്ലാവരും അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ബ്ലോഗിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലോഗ് ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യാം, ഡയറക്റ്റ് ലിങ്ക് ടു അപ്ലൈ ക്ലിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ആൻഡ് ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് കിട്ടും. സോ ഈ ഒരു ബ്ലോഗും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും നോട്ട്സൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. Thank you so much for watching this video. Thank you.